ഞങ്ങളുടെ സൃഷ്ടാവും ഞങ്ങളുടെ പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഇപ്രകാരം ഒത്തുചേരുവാൻ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന വചന പ്രഘോഷണത്തിന് ഇന്ന് തുടക്കം കുറിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സാവകാശത്തിനായി സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ കരുണ ഞങ്ങളോട് കൂടിയിരിക്കയാൽ സ്തോത്രം. ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ അത് മുഖാന്തരമാക്കി തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മധ്യയില മഹായിടവക തൃതീയ ജൂബിലി സ്മാരക 59ാമത് യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. മഹായിടവകയുടെ ഔദ്യോഗിക ഭാരവാഹികൾ 4 പേരും ജനറൽ കൺവീനേഴ്സിനോട് ചേർന്ന് ഈ കൺവെൻഷന് വേണ്ട നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നമുക്ക് വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് അഭിയോന്യ സെറാഫിം തിരുമേനിയാണല്ലോ. തിരുമേനിയെ ഞാനും വളരെ ആദരവോടെ ഈ കൺവെൻഷനിലേക്കും സ്വാഗതം ചെയ്യുന്നു. അഭിയോന്യ തോമസ് ശാമുവേൽ തിരുമേനി നമ്മളോടൊപ്പമുണ്ട് എന്നുള്ളതും ഏറെ സന്തോഷമാണ്. We are so glad to have Archbishop Foley with us. Mathingala Diocese got a chance to develop a cordial relationship with ACNA. And because of the help of the ACNA, we got the chance to appoint an action in California itself. So for the last 2 years, we are trying to develop our relationship just for the glory of God. And we are very happy to have Archbishop Foley and Canon Sean with us this week. I hope and pray that it will be a time to relax and at the same time to know each other and to develop the relationship with both the dioceses. Thank you. നിങ്ങളെ എല്ലാവരെയും ഞാനും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യട്ടെ. ഈ വർഷത്തെ ചിന്താവിഷയമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇയർ ഓഫ് ഡെഡിക്കേഷൻ എന്നതാണല്ലോ. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവ വന്ന് നിന്ന് മുമ്പിലത്തെ പോലെ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിച്ചു. അതിന് ശമൂവേൽ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു. And Samuel said, Speak, for your servant is listening. ഏറെ പരിചിതമായൊരു വേദഭാഗമാണല്ലോ ഇത്. ഓരോ വർഷവും നമ്മൾ ഓരോ തീം ഒരു വർഷത്തെ പഠനത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രകാരം ഈ വർഷം ഡെഡിക്കേഷൻ എന്നതാണ് നമ്മൾ തീമായി എടുത്തിരിക്കുന്നത്. ശമൂവേൽ പ്രവാചകൻ്റെ വാക്കുകൾ അഥവാ ഈ സമർപ്പണത്തിൻ്റെ വാക്കുകൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതാണ്. പശ്ചാത്തലമൊന്നും പറയുവാൻ ഞാൻ ശ്രമിക്കുന്നില്ല, കാരണം മുഖ്യ സന്ദേശം നൽകേണ്ടത് സെറാഫിം തിരുമേനിയാണ്. 8 മണിക്ക് നമുക്ക് അവസാനിപ്പിക്കുകയും വേണം. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും പോകുവാനായി ശ്രമിക്കുന്നില്ല. എന്താണ് ക്രൈസ്തവ സമർപ്പണം എന്ന് പ്രവാചകൻ്റെ വാക്കുകളും ജീവിതവും നമ്മെ വ്യക്തമാക്കുന്നു. അത് തന്നെയുമല്ല, ഏലിയോടൊപ്പമുള്ള ജീവിതം ശമൂവേൽ പ്രവാചകൻ്റെ ജീവിതത്തെയും ജീവിത വീക്ഷണങ്ങളെയും രത്നചുരുക്കമായി 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വളരെ വ്യക്തതയോടെയാണല്ലോ 3-ാം അധ്യായം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും പഠിപ്പിക്കുന്നതും. ഒരു വലിയ സമർപ്പണത്തെപ്പറ്റി ആ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.
ശമൂവേൽ പ്രവാചകൻ്റെ സമർപ്പണത്തിൻ്റെ ചില മുഖമുദ്രകളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധയെ ക്ഷണിക്കട്ടെ. നമ്മുടെ മഹായിടവകയുടെ കൺവെൻഷൻ്റെ ആദ്യ ദിനം നാം കൂടിയിരിക്കുമ്പോൾ എന്താണ് ഒരു സമർപ്പണം എന്നും അതിലുണ്ടാകേണ്ട പ്രത്യേകത എന്നും ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നു. സമർപ്പണം എന്നത് ശരിയായി ക്രിസ്തുവിനെ കേൾക്കുവാൻ സാധിക്കുന്നതാണ്. ശമൂവേൽ പ്രവാചകൻ്റെ ദൈവവിളിയോടുള്ള പ്രതികരണത്തിൻ്റെ വാക്കുകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്നത്, അഥവാ അടിയൻ കേൾക്കുന്നു എന്നത് തന്നെയാണ്. ഹിയറിംഗ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ലിസണിങ്. ഇതാണ് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രത്യേകമായ കാര്യം. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് തന്നെ പിന്തുടരുന്ന പുരുഷാരത്തോട് നിരന്തരമായി പറഞ്ഞ വാക്കുകളിലൊന്നാണ് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നത്. പലപ്പോഴും എന്താ അപ്രകാരം പറയുവാനുള്ള കാരണം? കേൾവിക്കാർ അനേകരാണ്. നമ്മൾ ഈ പന്തലിൽ കൂടിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന ഓരോ പാട്ടുകളും പ്രസംഗങ്ങളും പ്രാർത്ഥനകളുമെല്ലാം കേൾക്കുന്നവരാണ്. എന്നാൽ എത്രമാത്രം അതിൽ ശ്രദ്ധ ചെലുത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ദൈവിക ശബ്ദത്തോട് അനേകം ആളുകൾ പ്രതികരിക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ ദൈവവിളിയെ, ദൈവിക ശബ്ദത്തെ ശ്രവിക്കുന്നവരുടെ എണ്ണം വിരളമാണ് എന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുക. ദൈവിക ശബ്ദം കേട്ട് കടന്നു പോകുവാനുള്ളതല്ല, പിന്നെയോ ആ ദൈവത്തിൻ്റെ വിളിയോട് യഥാർത്ഥമാം വണ്ണം പ്രതികരിക്കുവാനുള്ളതാണ്. മനസ്സിരുത്തി ശ്രവിച്ച് ചിന്തിച്ച് ദൈവവചനത്തെ ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ സമർപ്പണത്തിൽ അനിവാര്യമായ ഘടകമാണ്. ശമൂവേൽ പ്രവാചകൻ നമുക്ക് കാട്ടിത്തരുന്ന പ്രത്യേകത അവിടെയാണ്. ശ്രദ്ധയോടെ ആ ദൈവിക ശബ്ദത്തിന് ചെവി കൊടുക്കുന്ന ഒരനുഭവം. വിതയ്ക്കുന്നവൻ്റെ ഉപമ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവിടെ വിത്ത് വിതയ്ക്കുന്ന ഉപമയിലൂടെ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഈ ഒരു കേൾവിയെ പറ്റിയാണ്. വിത്ത് വിതയ്ക്കുന്ന ഉപമയാണല്ലോ 13-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം. അവിടെ നിലം ഒരുക്കേണ്ടത് ഏറെ ആവശ്യമാണ്. നിലം ഒരുക്കി വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ വിതയ്ക്കുന്ന വിത്ത് ഫലകരമായി തീരുകയുള്ളൂ എന്ന് നമുക്കറിയാം. ജോർജ് ചെറിയാനച്ചൻ ചേന കൃഷിയെ പറ്റിയൊക്കെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. ഇവിടെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്ത അതിന് ഇടയ്ക്കത്തെ ഇടകൃഷിയാണ്. എന്താ അവിടെ? ചില ചേനകൾ നോക്കിയാൽ അറിയാം പുറകുവശം അത്ര സ്മൂത്ത് അല്ല. എന്തായിരുന്നു? ഒത്തിരി കല്ലുകൾ ഉള്ളതിൻ്റെ ഇടയ്ക്ക് വളർന്നു വന്നതിൻ്റെ പ്രശ്നമാണ് അവിടെ. അപ്പോൾ നിലം ഒരുക്കിയെടുത്തെങ്കിൽ മാത്രമേ നാം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ആകർഷകമായ ഫലം ലഭിക്കുകയുള്ളൂ എന്ന് ഇത് നമ്മളെ പഠിപ്പിക്കുക കൂടിയാണ്. വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ അവിടെ എന്ത് പറയുന്നു? ചിലത് വഴിയരികിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു. എന്നാൽ ആഴത്തിൽ വേരൂന്നിയവ മാത്രം ഫലം പുറപ്പെടുവിക്കുന്നുവെന്ന് യേശു കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആഴത്തിൽ വേരൂന്നിയവ മാത്രമേ യഥാർത്ഥമായി ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ എന്ന് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ പറഞ്ഞാൽ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പിന്തിരിയുന്ന അനേകരുണ്ട്. വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവിക ശബ്ദം ശ്രവിച്ച് ദൈവിക പാതയിലേക്ക് തിരിയുവാൻ ശ്രമിച്ചവർ, എന്നാൽ ആ ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവർ, ഒറ്റിക്കൊടുത്തവർ, ഇവരുടെ എല്ലാം ചിത്രം നമ്മുടെ മനസ്സിലുണ്ടാകണം.
എന്താണ് സമർപ്പണം എന്ന് ചിന്തിക്കുമ്പോൾ ആഴത്തിൽ വേരൂന്നിയ കേൾവി, അതാണ് സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അപ്പോൾ സമർപ്പണം എന്നത് നമ്മളെ ഇപ്രകാരം അതിനെ വിലയിരുത്തുവാൻ സാധിക്കും: ആഴത്തിൽ വേരൂന്നിയ കേൾവി. അതെന്ത് ചെയ്യണം? അത് നമ്മുടെ ജീവിതത്തിൽ, അഥവാ സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുവാനായി സാധിക്കണം. ഇറ്റ് ഷുഡ് ബി സസ്റ്റെയിൻഡ് ഇൻ അവർ ലൈഫ്. അതൊരു തീരുമാനം എന്നത്, ആ ഡെഡിക്കേഷൻ എന്നത്, ഇറ്റ് ഷുഡ് ബി സസ്റ്റെയിൻഡ് ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട ഒന്നാണ്. പലപ്പോഴും നമ്മളുടെ സമർപ്പണം എന്നത് ഡിസംബർ 31 ഉടമ്പടി ശുശ്രൂഷ പോലായി പോകാറില്ലേ? അതിനായുസ് പലപ്പോഴും കുറഞ്ഞു പോകും. പലപ്പോഴായി നമ്മൾ ഉടമ്പടി ശുശ്രൂഷ ഏറ്റെടുക്കുമെങ്കിൽ തന്നെയും പലപ്പോഴും അതിൽ നിന്ന് പിന്മാറിപ്പോകുന്നവരാ. എന്നാൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ സമർപ്പണം എന്നത്, ഡെഡിക്കേഷൻ എന്നത്, ഇറ്റ് ഷുഡ് ബി സസ്റ്റെയിൻഡ്. നിലനിർത്തേണ്ടതാണ് ജീവിതത്തിൽ. എന്നുവരെ? എൻ്റെ ജീവിതാന്ത്യം വരെ ആ ദൈവവുമായുള്ള വലിയ ഉടമ്പടി ബന്ധം, ആ ദൈവവുമായുള്ള വലിയ സമർപ്പണ ബന്ധം നിലനിർത്തേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ നിലനിർത്തുക എന്ന് പറയുമ്പോൾ? അത് ഫലം നൽകുന്നതായിരിക്കണം. ഒരു കർഷകനെ സംബന്ധിച്ചോളം ഏറെ പ്രാധാന്യമേറിയത് അതാ. ആ വിത്ത് വിതയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അത് മുളയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, വളരുക എന്നത് മാത്രമല്ല, പിന്നെയോ ഫലം നൽകുന്നതായിരിക്കണം. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചും പ്രതീക്ഷിക്കുന്നതാ ദൈവത്തിലുള്ള ഈ ഒരു സമർപ്പണം എന്നത് മറ്റുള്ളവർക്ക് ക്രിസ്തീയ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഫലം നൽകുന്ന അനുഭവങ്ങളായി തീരണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ബോധ്യത്തോടെ നമ്മളെ നിലനിർത്തേണ്ട 3 കാര്യങ്ങളാണ് സമർപ്പണത്തിൽ. ഒന്ന്, അത് നിലനിർത്തുന്നതാകണം, അത് വളർത്തിയെടുക്കുന്നതാകണം, അത് ഫലം നൽകുന്നതാകണം. സമർപ്പണത്തിലെ ഒരു പ്രധാനമായ കാര്യം ഇതാ: ദൈവിക ശബ്ദത്തോട്, അഥവാ ശരിയായി ക്രിസ്തുവിനെ കേൾക്കുവാൻ സാധിക്കുന്ന മനോഭാവം. 2, ആ വേദഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുവിൻ്റെ ദാസരൂപം എടുക്കുന്നതാണ് സമർപ്പണത്തിൻ്റെ പ്രത്യേകത. ക്രിസ്തുവിൻ്റെ ദാസരൂപം എടുക്കുന്നതാണ് സമർപ്പണത്തിൻ്റെ പ്രത്യേകത. നമ്മൾ ആ ഭാഗത്ത് കണ്ടു, സ്പീക്ക്, യുവർ സെർവൻ്റ് ഈസ് ലിസണിങ്. അടിയൻ കേൾക്കുന്നു എന്ന് പറയുന്നതായ ഒരു ശബ്ദം അവിടെ പറയുകയാണ്. അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്നത്. സെർവൻഹുഡ് എന്നത് യഥാർത്ഥത്തിൽ എന്താ അതിനെപ്പറ്റി പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യക്തി അതിനെപ്പറ്റി ഇപ്രകാരം എഴുതിയിരിക്കുന്നത്: സെർവൻഹുഡ് ഈസ് എ കീ ടു ദ സക്സസ് ഓഫ് അവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കമ്മിറ്റഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. അദ്ദേഹം അതിനെപ്പറ്റി എഴുതിയിരിക്കുന്ന പ്രകാരമാണ്: സെർവൻഹുഡ് ഈസ് എ കീ ടു ദ സക്സസ് ഓഫ് അവർ കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ദ കമ്മിറ്റഡ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ഇതല്ലേ യാഥാർത്ഥ്യം? ഈ ദാസരൂപമാണ് ക്രിസ്തുവുമായുള്ള എൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ, പ്രതിബദ്ധതയുടെ അടിസ്ഥാനം അഥവാ താക്കോൽ. അതോടൊപ്പം തന്നെയോ ഈ പ്രതിബദ്ധതയുള്ള, ക്രൈസ്തവ പ്രതിബദ്ധതയുള്ള ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ ദാസരൂപമാണ് എന്ന് ഓർമ്മപ്പെടുത്തുക. സെർവൻഹുഡ് ആണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. എന്നാൽ എന്താ ഈ സെർവൻഹുഡ് എന്ന് പറയുന്നത്? ദൈവത്തോടുള്ള ഒരു അടിമത്വമാണോ? അല്ല. സെർവൻഹുഡ് എന്ന് പറയുന്നത് ഒരിക്കലും സ്ലേവറിയെ പറ്റിയല്ല ഓർമ്മപ്പെടുത്തുന്നത്. ദൈവത്തോടുള്ള അടിമത്വമല്ല സെർവൻഹുഡ്, ദാസത്വം എന്നത്. പിന്നെയോ അധികാര കേന്ദ്രത്തിൻ്റെ മുഷ്കിന് വിധേയപ്പെടുന്നതുമല്ല ദാസ്യത്വം എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, ദൈവത്തോടുള്ള ഒരു അടിമത്വമല്ല ദാസ്യത്വം എന്ന പദം കൊണ്ട് അവിടെ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ
അധികാരത്തിൻ്റെ മുഷ്കിന് വിധേയപ്പെടുന്ന ഒരു സമർപ്പണമല്ല ദാസ്യത്വം എന്ന് പറയുന്നത്. പിന്നെയോ യേശു കർത്താവ് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്. സെർവൻഹുഡ് ഷുഡ് ബി എ പാർട്ട്ണർഷിപ്പ്. ഇതാ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തോട് ചേർന്നുള്ള ഒരു പങ്കാളിത്വമാണ് ദാസ്യത്വം എന്ന് പറയുന്നത്. സമർപ്പണം ദാസ്യത്തിലേക്ക് നയിക്കുന്നതാ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നുള്ള വലിയ പാർട്ട്ണർഷിപ്പ്. പൗലോസ് അപ്പോസ്തലൻ അതിനെപ്പറ്റി പറയുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാർ എന്ന പദം അവിടെ പ്രയോഗിക്കുന്നത്. നാം ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്ന പദം ഉപയോഗിക്കുന്നു. യേശു കർത്താവ് ഈ ഭാഗത്ത് ഉപയോഗിക്കുന്ന പദം, ഈ സെർവൻഹുഡിന് ഉപയോഗിക്കുന്ന പദം എന്ന് പറയുന്നത് സ്നേഹിതന്മാർ എന്ന പദമാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്ത് പറയുന്നു, തൻ്റെ ശിഷ്യന്മാരുടെ യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ആവശ്യം. ദാസ്യത്വം എന്ന് പറയുമ്പോൾ, അഥവാ സെർവൻഹുഡ് എന്ന് പറയുമ്പോൾ, ഇറ്റ് ഷുഡ് ബി എ പാർട്ട്ണർഷിപ്പ്. അതിനേക്കാൾ ഒരല്പം കൂടെ ഉയർന്ന പടിയിലാണ് യേശു കർത്താവ് പറയുന്നത്. എന്താണെന്നറിയാമോ? സ്നേഹിതന്മാർ എന്ന് കരുതുന്ന ഒരവസ്ഥയിൽ. അപ്പോൾ ഈ സമർപ്പണത്തിലേക്ക് നമ്മെ നയിക്കുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ദാസന്മാർ, ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ എന്ന നിലയിൽ പാർട്ട്നേഴ്സ് ഇൻ ക്രൈസ്റ്റ് എന്ന ഒരു പദവിയിലേക്ക് എത്തുന്നതിനെ പറ്റിയാണ്. നിരന്തര സംഭാഷണത്തിലും ദൈവത്തോടുള്ള സംവാദത്തിലും ചേർന്ന് നടക്കുന്ന ഒരു ജീവിതമാണ് സമർപ്പണ ജീവിതം. ഞാൻ അതൊന്നുകൂടെ വായിക്കട്ടെ. നിരന്തര സംഭാഷണത്തിലും ദൈവത്തോടുള്ള സംവാദത്തിലും ചേർന്ന് നടക്കുന്നൊരു ജീവിതമാണ് സമർപ്പണ ജീവിതം എന്നത്. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ കാണുന്നത്? ദൈവത്തോട് ചേർന്നുള്ള എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഇടപെടലുകൾ, എൻ്റെ സംഭാഷണങ്ങൾ, എൻ്റെ സംശയ ദൂരീകരണം, ഇതെല്ലാം ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ സെർവൻഹുഡിനെ പറ്റി ഇങ്ങനെ പറയാം, എ ടോട്ടൽ അക്സെപ്റ്റൻസ് ഓഫ് ഗോഡ്സ് ഡയറക്ഷൻ ഇൻ യുവർ ലൈഫ്. നിൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഭവം. ഈ അനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുവാനാണ് ശ്രമിക്കുന്നത്. ശമൂവേൽ ഏലിയോട് സംഭാഷണത്തിൻ്റെ നേരിടുന്നതിൻ്റെ പൊരുളതാണ്. ആ വലിയൊരു സംഭാഷണത്തിൻ്റെ പൊരുളതാണ് നമ്മളവിടെ കാണുന്നത്. ഞാൻ പെട്ടെന്ന് നീങ്ങട്ടെ. നമ്മളവിടെ കണ്ട രണ്ടാമത്തെ കാര്യം ഇതാ. ഈ സമർപ്പണം എന്നത് ഒന്ന് ക്രിസ്തുവിനെ കേൾക്കുന്ന ഒരനുഭവമാണ്. രണ്ട്, ക്രിസ്തുവിൻ്റെ ദാസരൂപം എടുക്കുന്ന അനുഭവമാണ്. ദാസരൂപം എന്നതിനെപ്പറ്റി നമ്മൾ കണ്ടു, പാർട്ട്ണർഷിപ്പാണ്, ഒരു ഫെലോഷിപ്പാണ്, ഒരു സ്നേഹബന്ധമാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. 19-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, എന്നാൽ ശമൂവേൽ വളർന്ന് യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെയാണ്. എന്നാൽ ശമൂവേൽ വളർന്നു, യഹോവ അവനോട് കൂടെയുണ്ടായിരുന്നു. God was with him and he was with God. ദൈവത്തോടൊപ്പമായിരിക്കുന്ന, അതോടൊപ്പം ദൈവം നമ്മോടൊപ്പമായിരിക്കുന്ന ഒരനുഭവം. ഒരു ചോദ്യം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കട്ടെ. നമ്മോട് തന്നെ സ്വയം ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഞാനും നിങ്ങളും ഇപ്രകാരം ക്രിസ്തുവിൽ വളരുന്നുണ്ടോ? ഈ ചോദ്യം ഏറെ പ്രസക്തമാണ് ഈ ഇയർ ഓഫ് ഡെഡിക്കേഷനിൽ. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. 3, ഈ സമർപ്പണം എന്നത് ദൈവിക ദൗത്യം ഏറ്റെടുക്കുന്നൊരനുഭവമാകണം. 20-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. ആരാ പറയുന്നത്? എല്ലാ ഇസ്രായേൽ ജനതയും. ആ ഭാഗം ഇപ്രകാരം വായിക്കുന്നത്,
ഇസ്രായേലൊക്കെയും ശമൂവേൽ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന് ഗ്രഹിച്ചു. അപ്പോൾ എന്താ ഒരു സമർപ്പണത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത്? ഒരു പ്രവാചക ദൗത്യമാണെന്ന് പറയുന്നു. എന്താ പ്രവാചക ദൗത്യം? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. കള്ളപ്രവാചകന്മാരും ഫോൾസ് പ്രോഫറ്റ്സ് ഉള്ളൊരു ലോകമാണ്. പല വിധത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന, വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആളുകളുടെ വിശ്വാസത്തെ വളച്ചൊടിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളോട് പറയുകയാണ്, യഥാർത്ഥമായ ഡെഡിക്കേഷൻ എന്നത് പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്ന അനുഭവമാണ്. എന്താണ് യഥാർത്ഥമായ പ്രവാചക ദൗത്യം? സത്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരായിരുന്നു പ്രവാചകന്മാർ. ഇതാ പ്രവാചകന്മാർ എന്നതിനെ പറ്റി ഓർമ്മപ്പെടുത്തുന്നത്. ശമൂവേൽ ഈ ഭാഗത്ത് നമുക്ക് ശമൂവേലിനെ കാണാൻ സാധിക്കും. എന്ത്? ഏലിയോട് പോലും എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് സധൈര്യം തുറന്നു പറയുന്ന ഒരനുഭവം നമ്മളതല്ലേ കാണുന്നത്? ഏറെ പ്രസക്തമായ ഒരു ചിന്ത നമ്മൾ ഈ വർഷം കേട്ടു. ട്രംപ് അധികാരമേറ്റതിന് ശേഷം ഒരു എപ്പിസ്കോപ്പൽ ബിഷപ്പ് ട്രംപിനോട് വ്യക്തിപരമായി സധൈര്യം സംസാരിക്കുന്നത് കേട്ടില്ലേ നാം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം സൈൻ ചെയ്ത ഓർഡറുകളിൽ ചിലത് വരുത്തി വെക്കാൻ പോകുന്ന വലിയ വിപത്തിനെ പറ്റി അമേരിക്കൻ പ്രസിഡന്റിനോട് സധൈര്യം സംസാരിക്കുന്നത്. അതാണ് പ്രവാചക ദൗത്യം എന്ന് പറയുന്നത്. എന്ത്? സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ, സമർപ്പിക്കപ്പെടുവാൻ സാധിക്കുന്ന വ്യക്തി ഒരു പ്രവാചകൻ. വേദപുസ്തകത്തിൽ പ്രവാചക ദൗത്യം എന്നത് ഭാവി പറയുന്നതല്ല, ഇന്നിൻ്റെ സത്യത്തെ തുറന്നു കാണിക്കുന്നതാണ്. വേദപുസ്തകം ഉടനീളം പ്രവാചക ദൗത്യം എന്നത് ഭാവി പറയുന്നതല്ല, എന്നാൽ ഇന്നിൻ്റെ സത്യത്തെ തുറന്നു കാണിക്കുന്നതാണ്, ഇന്നയുടെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുന്നതാണ്. സഭ അഥവാ വിശ്വാസ സമൂഹം ആ ഒരു പ്രവാചക ദൗത്യം ഏറ്റെടുക്കുവാനും സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ഇന്ന് ഈ അടുത്ത ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന, പ്രിൻ്റ് മീഡിയകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് കേരള ഗവൺമെൻറ് ആരംഭിക്കാൻ പോകുന്ന ബ്രൂവറിയെ പറ്റി. എന്തൊരു പ്രതികൂലമായ സാഹചര്യമാണ്! ഒരു ഭാഗത്ത് ഈ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുമെന്ന് പറയുകയും മറുഭാഗത്തോ ആളുകൾക്ക് ആവശ്യാനുസരണം ലഭിക്കത്തക്ക സാഹചര്യങ്ങൾ ഒരുക്കുന്നു. ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറേണ്ടതേറെ ആവശ്യമാണ്. ഇവിടെ ആ പ്രവാചക ദൗത്യം നാൾതോറും ഉണ്ടാകുന്ന പ്രതികൂലമായ സാഹചര്യങ്ങൾ സമൂഹത്തെ, ക്രൈസ്തവ സമൂഹത്തെ മാത്രമല്ല നമ്മുടെ ജനതയെ ഒന്നാകെ, നമ്മുടെ മക്കളെ, അടുത്ത തലമുറകളെയും ശാരീരികമായി മാനസികമായി ഇല്ലായ്മ ചെയ്യുന്ന ഇത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് ഗവൺമെൻറ് പിന്മാറണമെന്ന് പറയുന്നത് കൂടെയാണ്. അതോടൊപ്പം ബിഷപ്പ് എന്ന നിലയിൽ എടുത്ത വേറൊരു നിലപാടായിരുന്നു നമ്മളുടെ വന നിയമവുമായി ബന്ധപ്പെട്ട്. ഒരിക്കലും മലയോര പ്രദേശങ്ങളിൽ കഴിയുന്നവരെ നിയമത്തിൻ്റെ പേര് പറഞ്ഞ് ഉപദ്രവിക്കുവാനുള്ളതല്ല. കുടിയേറ്റ കർഷകരോട് എന്നും ചേർന്ന് നിൽക്കേണ്ടതാണ്. എന്നാലോ വനമാഫിയകളെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നാം ധാരാളമായി കേൾക്കുന്ന കാര്യമാണ് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതിനെ പറ്റി. കാരണം അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രങ്ങളിൽ ഇന്ന് ഈ ഭൂമാഫിയകൾ റെസ്റ്റോറൻറ്റുകൾ ആരംഭിച്ചിരിക്കുക അല്ലേ? വനത്തിൻ്റെ ഉൾവനങ്ങളിലേക്ക് പോകാമെങ്കിൽ മൃഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളിൽ പോലും അവർക്കവിടെ സ്വസ്ഥമായി ജീവിക്കാനൊക്കെ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഇന്ന് മനുഷ്യൻ്റെ ആർത്തി സംസ്കാരം, സമ്പത്ത് കൂട്ടിവെക്കുവാനുള്ള പ്രവണത, ഇതുമൂലം അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക്, മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 1000-ഓളം ആളുകൾ ഈ വന്യമൃഗങ്ങളാൽ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. പലപ്പോഴും ആരാ കാരണം? നമ്മൾ തന്നെയാണ്. നമ്മളുടെ ആർത്തി സംസ്കാരം, പണത്തോടുള്ള നമ്മളുടെ അതീവ വാഞ്ച നമ്മൾ ഉൾവനങ്ങളിൽ കയ്യേറുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഞാൻ തിരിച്ചു വരട്ടെ.
നമ്മളുടെ പ്രതിബദ്ധത എവിടെയാണ്? അപ്പോൾ നമ്മളുടെ സമർപ്പണത്തെപ്പറ്റി 3 കാര്യങ്ങളിലേക്കാണ് ശ്രദ്ധ തിരിച്ചത്. ഒന്ന് പറഞ്ഞത് ദൈവിക ശബ്ദം ക്രിസ്തുവിനെ കേൾക്കുന്നതായ ഒരനുഭവത്തിലേക്ക് എത്തുക. 2 ക്രിസ്തുവിൻ്റെ ദാസരൂപം എടുക്കുന്ന അനുഭവം. 3 പ്രവാചക ദൗത്യമേറ്റെടുക്കുന്ന അനുഭവം. സഭയുടെ മൂലക്കല്ല് ക്രിസ്തു ആയിരിക്കുമ്പോൾ നമ്മളുടെ ദൗത്യം ഈ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നത്. അതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തുന്നു. യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുക. എഫേസ്യ ലേഖനം 2:20. അതുകൊണ്ട് നാം ഇന്ന് ജീവിക്കുന്ന ചുറ്റുപാടുകൾ ദൈവിക ശബ്ദത്തോട് പ്രതികരിച്ച് ദൈവിക സമർപ്പണത്തോടെ ജീവിപ്പാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമേ നാം ദൈവിക ദൗത്യം ഏറ്റെടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ദൈവിക ശബ്ദം കേൾക്കുന്നവരായി, ക്രിസ്തുവിൻ്റെ ദാസരൂപം എടുക്കുന്നവരായി, അത് പാർട്ട്ണർഷിപ്പിൻ്റെ അവസ്ഥയിലേക്ക് എത്തുന്നവരായി, പ്രവാചക ദൗത്യം ഏറ്റെടുക്കുന്ന ഇന്നയുടെ ആ സാധ്യതകളെ പങ്കുവെക്കുന്നവരായി സമൂഹത്തിൽ ജീവിപ്പാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ ഒരാഴ്ചത്തെ വചന കേൾവി നമ്മളുടെ ആത്മീക വളർച്ചയ്ക്ക് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ വർഷത്തെ കൺവെൻഷനുകൾ ഉദ്ഘാടനം ചെയ്തതായി പ്രസ്താവിക്കുന്നു. ദൈവം നമ്മയെല്ലാം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.